എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, നമുക്ക് അല്പസമയം മാത്രമേ ഉള്ളൂ. അപ്പം ആർക്ക് വേണ്ടിയാണ് മെസ്സേജ് കൊടുക്കേണ്ടത്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ മെസ്സേജ് കൊടുക്കേണ്ടത്? പേരൻസിന് വേണ്ടിയാണോ മെസ്സേജ് കൊടുക്കേണ്ടത്? എല്ലാവരും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളെക്കുറിച്ച് അധികം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. മറിച്ച് മാതാപിതാക്കളോട് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ ശമൂവേൽ എന്ന് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട്. ഹന്ന ഈസ് ദ മെയിൻ റീസൺ ടു ഹാവ് എ പവർഫുൾ പ്രോഫറ്റ് ഇൻ ഇസ്രായേൽ. ഇസ്രായേലിന് ശക്തനായ ഒരു പ്രവാചകൻ ഉണ്ടാകുവാൻ കാരണം ഹന്ന എന്ന് പറയുന്ന സമർപ്പണമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന ഭക്തയായ ഒരമ്മയുടെ കണ്ണുനീരുണ്ട്. എൻ്റെ ഭാര്യയുടെ ചില ആശയങ്ങൾ ഞാൻ എടുക്കുകയാണ്. ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ല. അവൾ ദേവാലയത്തിൽ നിന്ന് ഹൃദയം പകരുമ്പോൾ ചുണ്ടുകൾ മാത്രമേ അനങ്ങുന്നുള്ളൂ. വല്ലാതെ വിറച്ചുകൊണ്ടും അവൾ ദൈവസന്നിധിയിൽ കരയുമ്പോൾ പുരോഹിതൻ പറയുകയാണ്, കള്ള് കുടിച്ച് കിറുങ്ങിയാണോ നീ ദേവാലയത്തിൽ നിൽക്കുന്നത്? നിൻ്റെ വീഞ്ഞ് ഇറങ്ങട്ടെ. ഇത് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ സഹോദരിമാരുടെ പ്രതികരണം എന്തായിരിക്കും? ദർശനം നഷ്ടപ്പെട്ട പുരോഹിതൻ, വിവേചിക്കുവാൻ കഴിയാത്ത പുരോഹിതൻ, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ മദ്യം കഴിച്ചിട്ടില്ല, ഞാൻ കിറുങ്ങിയല്ല ഇവിടെ നിൽക്കുന്നത്, ഞാൻ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയാണ് എന്ന് പറഞ്ഞ് വെളിയിലിറങ്ങി ആ ദൈവദാസന് വിരോധമായിട്ട് സംസാരിക്കുകയല്ല, മറിച്ച് അവളെ തന്നെ സമർപ്പിക്കുകയാണ്. അവൾ പറയുകയാണ്, യജമാനനെ എന്നെ ഒരു നീച സ്ത്രീയായിട്ടും മദ്യപാനിയായ ഒരു സ്ത്രീയായിട്ട് എന്നെ നിരൂപിക്കരുത്. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്യുന്നത്. ഉടനെ ആ പുരോഹിതൻ്റെ ശബ്ദം മാറുവാനിടയായി തീർന്നു. മകളെ, നീ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിച്ച പ്രാർത്ഥന നിനക്ക് ലഭിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ആരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് നമ്മൾ അവർക്കെതിരായിട്ടൊന്നും പറയാതെ ദൈവസന്നിധിയിൽ നമ്മൾ ആരാണ് എന്നൊന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുക. ബോധ്യപ്പെടുന്നുവെങ്കിൽ ബോധ്യപ്പെടട്ടെ, ഇല്ലെങ്കിൽ പെടണ്ട. നമ്മൾ വെൻ യു ആർ റൈറ്റ്, കീപ് യുവർ മൗത്ത് ഷട്ട്. വെൻ യു ആർ റോങ്, അഡ്മിറ്റ് യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ റോങ് ആണെന്നുണ്ടെങ്കിൽ, തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് അംഗീകരിക്കുക. നിങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ പോകരുത്. ഷട്ട് യുവർ മൗത്ത്. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ശരിയാണ്, നിങ്ങളുടെ ദൈവത്തിനറിയാം നിങ്ങൾ ശരിയാണെന്ന്. വേറെ ആരെയും നിങ്ങൾ എന്ത് ചെയ്യണ്ട? ബോധ്യപ്പെടുത്താൻ വേണ്ടി പോകണ്ട. ബോധ്യപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ അത് കൂടുതൽ നാശത്തിലേക്ക് പോകുവാനിടയായിത്തീരും. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരായി തീരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു MBBS പഠിച്ചു കഴിയുമ്പോൾ, ഒരു എൻജിനീയറിങ് പഠിച്ചു കഴിയുമ്പം എനിക്ക് തോന്നും 1000 ടണ്ണ് പുസ്തകമെങ്കിലും ആ കുഞ്ഞ് പഠിച്ചിരിക്കും. LKG മുതൽ KG മുതൽ MBBS വരെ പഠിച്ചു കഴിയുമ്പോൾ ഒരു 3 ട്രക്കിനകത്ത് ലോഡ് ചെയ്യുവാനുള്ള പുസ്തകങ്ങൾ മുഴുവൻ ഈ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ലഭിക്കുന്നത്? IITയിലോ NITയിലോ പഠിച്ച് ഫസ്റ്റ് റാങ്ക് നേടി അമേരിക്കയിലെ നാസ ഡയറക്റ്റ് അപ്പോയിൻ്റ് ചെയ്ത് നാസയുടെ ഒരു എൻജിനീയറായി കഴിയുമ്പോൾ അവൻ എന്ത് ലഭിക്കും? മാക്സിമം $50,000. അമേരിക്കയിലെ പ്രസിഡൻറ്റിന് ലഭിക്കുന്നത് $38,000 ഒരു മാസം സാലറി. നാസയിലെ ഏറ്റവും മിടുക്കനായ ഒരു സയൻറ്റിസ്റ്റിന്, അല്ലെങ്കിൽ IT ഫീൽഡിലെ ഏറ്റവും നല്ല ഒരു കുഞ്ഞിന് മാക്സിമം $50,000 ഒരു പക്ഷേ കിട്ടിയേക്കും. $50,000 20 വർഷം അവൻ ജോലി ചെയ്യുമ്പോൾ ന്യൂയോർക്കിൽ അവനൊരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുവാൻ കഴിഞ്ഞേക്കും. ഇല്ലെങ്കിൽ അമേരിക്കയിലുള്ളതെല്ലാം തടിയുടെ വീടുകളാണ്, പോർട്ടബിൾ വീടുകളാണ്. ഒരു സ്ട്രോങ് വീട് പോലും ഉണ്ടാക്കുവാനുള്ള ശേഷി ഈ പണം കൊണ്ടൊരു പക്ഷേ സാധിച്ചെന്ന് വരത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഞാൻ മോശയുടെ അമ്മ യാക്കോബേത്ത്
എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന്? അധികമായിട്ട് ആരും പ്രസംഗിച്ചിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു അമ്മയാണ്. മോശ കൊട്ടാരത്തിലാണ്, അവൻ പ്രിൻസായി വളരുകയാണ്, അവൻ രാജകുമാരനായി വളരുകയാണ്. വായിക്കുന്നു നമ്മൾ 11-ാം അധ്യായം 24-ാം വാക്യം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, മോശെ താൻ വിശ്വാസത്തിൽ വളർന്നപ്പോൾ. മോശ എങ്ങനെ വിശ്വാസത്തിൽ വളർന്നത്? ഏത് സഭയിലെ അംഗമായിരുന്നു മോശ? ഈജിപ്തിലെ കൊട്ടാരമെന്ന് പറഞ്ഞാൽ ദുർപൂജകളുടെയും ദുർമന്ത്രവാദങ്ങളുടെയും പിശാചിൻ്റെയും കേന്ദ്രമായിരുന്നു. എല്ലാ ദിവസവും ഈ കുഞ്ഞിനെ കുളിപ്പിച്ച് പൂണൂലെല്ലാം ഇട്ടും തോർത്തെല്ലാം എടുപ്പിച്ച് ഈ മന്ത്രവാദികളുടെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തുമായിരിക്കാം. കാരണം മോശയുടെ വടി പാമ്പായി തീർന്നപ്പോൾ, സർപ്പമായി തീർന്നപ്പോൾ ഫറവോൻ ഇങ്ങനെയൊന്നും ഞൊടിച്ചതേ ഉള്ളൂ. അവിടുന്ന് ഇവിടുന്ന് എല്ലാം മന്ത്രവാദികൾ വന്ന് അവരുടെ വടി താഴെയിട്ടു എന്ന് പറഞ്ഞാൽ അത്രത്തോളം മന്ത്രവാദ കൂടാരമായിരുന്നു ഫറവോന്റെ കൊട്ടാരം. ഈ ദുർമന്ത്രവാദം നടക്കുന്ന ഈ കൊട്ടാരത്തിൽ ഈ കുഞ്ഞ് എങ്ങനെ വിശ്വാസത്തിൽ വളർന്നു? അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അത് മറ്റാരുമല്ല, മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ആ കുഞ്ഞ് ചെവിക്കകത്ത്, ആ കുഞ്ഞ് ഫ്രഷ് ബ്രെയിനകത്ത് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു, ക്രിസ്തുവിൻ്റെ നിന്ദ വലിയ ധനമാണെന്നും ഈജിപ്തിലെ മുഴുവൻ നിക്ഷേപങ്ങളെക്കാളും ഒരുപക്ഷെ മകനെ നീ ഈജിപ്തിലെ സാമ്രാട്ടായിത്തീരും. ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് ഫറോ സാമ്രാജ്യം. ഫാറോ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായി തീരുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. അത് മാത്രമല്ല, മിസ്രൈമിലെ മുഴുവൻ നിക്ഷേപങ്ങളുടെയും അധിപതിയായി തീരും. ആ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, ഈ ഈജിപ്തിലെ മുഴുവൻ സമ്പത്തുക്കളുടെ ഉടയവനായി തീരുന്നതിനേക്കാളും ഫറോ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി തീരുന്നതിനേക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നും അമ്മ കുഞ്ഞ് ബ്രെയിനകത്ത് ഇട്ടുകൊടുക്കുവാനിടയായി തീർന്നു. ആ നിക്ഷേപിച്ച നിക്ഷേപം ഫലവത്തായി തീരുവാനിടയായി തീർന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞില്ല, മകനെ, ഞാൻ നിൻ്റെ അമ്മ, ഒറിജിനൽ അമ്മ, നീ നാളെ ചക്രവർത്തിയായി തീരുമ്പോൾ ഞാൻ രാജാവിൻ്റെ അമ്മയായി തീരും. നിന്റെ സഹോദരൻ അഹരോൻ രാജാവിൻ്റെ സഹോദരനായി തീരും. യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? എത്ര? 8. ഹൗ മെനി? ഡോണ്ട് മൂവ് ഹിയർ ആൻഡ് ദേർ. മോശയുടെ അമ്മയുടെ പേരെന്തുവാ? യാക്കോബേദ്. അപ്പോൾ ഈ അമ്മ പറഞ്ഞില്ല, നീ ഈ ഫറോ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി തീരുമ്പോൾ ഞാൻ നിൻ്റെ അമ്മ രാജമാതാവായി തീരും. നിന്റെ സഹോദരി മിരിയം രാജാവിൻ്റെ സഹോദരിയായി തീരും. നിന്റെ സഹോദരൻ അഹരോൻ രാജാവിൻ്റെ സഹോദരനായി തീരും. അങ്ങനെ അധികാരം നിന്റെ കൈകളിൽ വന്നു കഴിയുമ്പോൾ നിനക്ക് നിഷ്പ്രയാസം നിന്റെ ജനമായ ഇസ്രായേലിനെ ഡെലിവറി ചെയ്യാമെന്നല്ല വെളിപ്പാട് പ്രാപിച്ച, ദർശനം പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച അമ്മ പറഞ്ഞു കൊടുത്തതും, മറിച്ച് അമ്മ പറഞ്ഞു കൊടുത്ത് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ, ഫറോ രാജ്യത്തിൻ്റെ സമ്രാട്ടായി തീരുന്നതിനേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കുന്നതാണ് മകനെ വലിയ ലാഭമെന്നും അമ്മ പറഞ്ഞു കൊടുക്കുവാനിടയെ തീർന്നു. അങ്ങനെ മോശ വിശ്വാസത്തിൽ വളർന്നു. ചെറിയ പ്രായത്തിൽ ഇട്ടുകൊടുത്ത ആ വിത്ത് അത് വലിയ നിക്ഷേപമായി തീരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ്? പെനീനയ്ക്ക് 10 മക്കളുണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം പോലും ദേവാലയത്തിൽ വന്നില്ല. ഹന്നയ്ക്ക് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് ദേവാലയത്തിൽ വരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചനം. 1 തിമോഥെയോസ് 6:7 വായിക്കുന്ന, ഇഹലോകത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. നോക്കണം, മാതാപിതാക്കൾക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. 3 മാസം കുഞ്ഞിനെ ഒളിപ്പിച്ച് വെക്കുവാൻ വേണ്ടി അവരെ ശ്രമിച്ചു. 3 മാസം കഴിഞ്ഞാൽ ആ കുഞ്ഞ് ചലിക്കുവാൻ തുടങ്ങുന്ന സമയം വായി എത്രത്തോളം മൂടി വയ്ക്കും? അവൻ്റെ ശബ്ദം വർദ്ധിച്ചു വരുന്നു. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യുവാൻ ഒരു സമയമുണ്ട്, ഒരു പരിധിയുണ്ട്. പക്ഷെ ആ സമയത്തിനുള്ളിൽ ചെയ്യുവാനുള്ളതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. ഇനി ഈ കുഞ്ഞിനെ ഒളിപ്പിച്ച് വയ്ക്കുവാൻ കഴിയത്തില്ല. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഒരു ഞാങ്ങണപ്പെട്ടകമുണ്ടാക്കി, എന്നിട്ട് പല ദിവസങ്ങൾ അതിനെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അകത്തും പുറത്തും കീല് തേച്ചും
ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, അനേകം കോട്ടിങ് ചെയ്തും ഉറപ്പുവരുത്തി ഈ ലോകത്തിൻ്റെ വെള്ളം ഈ കുഞ്ഞിനെ മുക്കിക്കളയുകയില്ല എന്നവർ ഉറപ്പുവരുത്തി. പിന്നെയുള്ളതെല്ലാം വിധി പോലെ നടക്കട്ടെ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. ഈ കീല് തേക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അവരുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുക. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു ദൈവദാസനോട് പറഞ്ഞപ്പോൾ ആ ദൈവദാസൻ ഷോക്കായിട്ട് എഴുന്നേറ്റു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം അദ്ദേഹം ഷോക്കായിപ്പോയി. ഒരുപക്ഷെ ഒരു പിതാവും ചിന്തിക്കാത്ത കാര്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ നമ്മൾ ആ രീതിയിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി മരിക്കണം. 16 കുഞ്ഞുങ്ങൾ മദീനയിലേക്ക് പോയി, നജറാനിലേക്ക് പോയി, ഹൈലിലേക്ക് പോയി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ കുഞ്ഞുങ്ങൾ പോയിട്ട് എന്താ ചെയ്തതെന്നും? ഈ കുഞ്ഞുങ്ങൾ പോയിട്ട് അവരെ ഗാർഡനിൽ പരസ്യമായിട്ട് അവർ ദൈവത്തെ ജോൺ 3:16 പാടി ആരാധിച്ചു. നജറാജിൽ വെച്ച് വെറും 11 വയസ്സുള്ള എൻ്റെ മകനോട് പറഞ്ഞു, ചാട്ടവാറ് കൊണ്ട് നിന്നെ അടിക്കുമെന്നും. കുഞ്ഞുങ്ങളെല്ലാം ഭയപ്പെട്ടു പോയി. കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അവർ ഭയപ്പെട്ടു. കഴുത്ത് കണ്ടിക്കുമോ എന്നുള്ളൊരു പേടി. രാത്രിയിൽ അവരെല്ലാവരും ഭയപ്പെട്ടു. പക്ഷെ അന്ന് രാത്രി ദൈവമാർക്ക് വലിയ അസാധാരണമായ ദൈവശക്തി പകർന്നു കൊടുക്കാനിടയായി തീർന്നു. അവർ വിചാരിച്ചു, ഇനി നമുക്ക് പോകണ്ട, നമുക്ക് തിരിച്ച് ദമാമിലേക്ക് പോകാം. പക്ഷെ അന്ന് രാത്രി ദൈവമാർക്ക് ധൈര്യം പകർന്നു കൊടുത്തും. അടുത്ത ദിവസം എല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടെ പോകുകയാണ്. എൻ്റെ മകളും എൻ്റെ മകളുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ, ഒത്തിരി പേരുടെ ഇവിടെയുള്ളവരുടെ കുഞ്ഞുങ്ങളും പോയിട്ടുണ്ട്. അവരവിടെ ചെന്ന് മോളുകളിൽ ചെന്നിട്ട് അവിടെയുള്ള അറബി സ്ത്രീകളെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഹാവ് യു എവർ റീഡ് ബൈബിൾ? നിങ്ങൾ എപ്പോഴെങ്കിലും ബൈബിൾ വായിച്ചിട്ടുണ്ടോ? നോ 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 മംനു, ഹറാം, ഒരിക്കലും പാടില്ല, അത് വായിക്കാൻ ഇവിടെ ഇല്ല, ഇവിടെ കിട്ടത്തില്ല, ഇവിടെ ഇല്ല, ഇത് വായിക്കാനും പറ്റത്തില്ല, ഹറാമാണ്, മംനുവാണ്. ഈ കുഞ്ഞുങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ഉണ്ടെന്നും. ഞങ്ങളുടെ കൈകളിൽ ബൈബിളില്ല. എവിടുന്ന ഞങ്ങളുടെ കൈകളിൽ ബൈബിളും? അവരുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ എടുത്തിട്ട് അറബിക് ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ട് യോഹന്നാൻ സുവിശേഷം അവരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അവരുടെ ഭാഷയിൽ അവർ വായിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. 16 പെണ്ണുങ്ങളുടെ കൈകളിലേക്ക് ഇതങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തും. ജീവിതത്തിൽ ആദ്യമായി ജീവനുള്ള ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണ്. ഇവർ വായിക്കും തോറും നിർത്തുന്നില്ല, ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചില പെണ്ണുങ്ങളുടെ, അറബി സ്ത്രീകളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. 16 സ്ത്രീകളും അറബിക് സ്ത്രീകളും പറഞ്ഞു, ഷുവർ, ഞങ്ങൾ ഈ പുസ്തകം മുഴുവൻ വായിക്കാമെന്ന്. ഈ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുമെന്നുള്ള ഗ്യാരണ്ടിയിലല്ല പോയതും, തിരിച്ചു വന്നു. പക്ഷേ അവർ നിക്ഷേപിച്ച ആ നിക്ഷേപം ചെറുതല്ല. 16 പേര് ഈ ദൈവത്തിൻ്റെ വചനം, ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഈ സ്ത്രീകൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങൾ തുറന്നിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ പോലും അറിയാതെ തീപ്പൊരികളായി, തീക്കുണ്ടങ്ങളായി, തീഗോളങ്ങളായി അവർ പുറത്തു വരും. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ അവരവരുടെ ജീവിതം, നമ്മൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? ആർക്കാണ് സന്ദേശം കൊടുക്കേണ്ടത്? നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഒരിക്കൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു പിതാവും മാതാവും വന്നിട്ട് വാവിട്ട് കരയുകയാണ്, ഞങ്ങളുടെ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാര്യം ചോദിക്കുമ്പോൾ അവനിപ്പോൾ +2 പഠിക്കുകയാണ്. +1 കഴിഞ്ഞ് +2 കയറി. അപ്പൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അവൻ ഹൊറർ മൂവി കാണും രാത്രിയിലിരുന്നിട്ട്. ഇത് അപ്പൻ അറിയത്തില്ലായിരുന്നു. രാത്രി മൂത്രം ഒഴിക്കാൻ വേണ്ടി, ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ രാത്രി 2:30 ആയപ്പോൾ ഇവൻ ഹൊറർ മൂവി കാണുകയാണ്. അപ്പനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇവൻ ഓഫ് ചെയ്തു. വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൻ പോകുമ്പോൾ ഇവൻ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പനെ അവനൊന്ന് നോക്കി. അപ്പൻ നിർത്തടാന്ന് പറഞ്ഞു, നിർത്തി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് തന്നെ സംഭവിച്ചപ്പോൾ അത് ഓഫാക്കുവാൻ അവന് മനസ്സില്ല. അപ്പൻ ഒരു ഡിസ്റ്റർബൻസ്, അപ്പൻ ഷൗട്ട് ചെയ്തു. അന്നവൻ എങ്ങനെയോ നിർത്തി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പൻ നിർത്തടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റും അപ്പനെ അടിക്കാൻ. കാരണം അപ്പനേക്കാൾ അവൻ വലുതായി. അപ്പൻ്റെ കഴുത്തിന് പിടിച്ചൊരു ഞെക്കി ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൻ താഴെ വീഴും. പിതാവ് വിറയ്ക്കുവാൻ തുടങ്ങി, പേടിക്കുവാൻ തുടങ്ങി, ഭയപ്പെട്ടു പോയി അപ്പൻ. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലേ?
പക്ഷേ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞപ്പോൾ അവന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഈ അപ്പന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പഠിക്കടാ 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 പഠിക്കണം. സൺഡേ സ്കൂളിൽ വിടത്തില്ല. ആരാധനയ്ക്ക് പോലും വീട്ടിലിരുത്തിയിട്ട് അപ്പനും അമ്മയും പ്രാർത്ഥനയ്ക്ക് പോകും. ഇവനെങ്ങനെ നന്നാകും, ഇവനെങ്ങനെ നന്നാകും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ കത്താത്ത വിളക്ക് മറ്റുള്ളവർക്ക് വിൽക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്. ടാങ്കിൽ എന്താണോ നിറച്ചിരിക്കുന്നത് അത് മാത്രമേ താഴെ ടാപ്പ് തുറക്കുമ്പോൾ വരുത്തുള്ളൂ. ടാങ്കിനകത്ത് മധുരമാണ് നിറച്ചിരിക്കുന്നെങ്കിൽ ടാപ്പ് തുറക്കുമ്പോൾ മധുരം വരും. ഈ ടാങ്കിനകത്ത് കയ്പാണ് നിറച്ചിരിക്കുന്നതെങ്കിൽ ടാപ്പ് തുറക്കുമ്പോൾ കയ്പേ വരത്തുള്ളൂ. കയ്പ് നിറച്ച ടാങ്കിനകത്ത് നിന്ന് നിങ്ങൾ തുറക്കുമ്പോൾ മധുരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കത്തില്ല. നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയായിരിക്കണം. ചെറുപ്പം മുതൽ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ഇട്ടുകൊടുക്കണം. പറഞ്ഞുകൊണ്ടേയിരിക്കണം. ലേബർ റൂമിൽ നിന്നും പുറത്തൊരു കുഞ്ഞ് ജനിച്ചൊരു ക്രിസ്ത്യാനിയുടെ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ നമ്മളങ്ങ് ആഘോഷിക്കുക. സെൽഫി എടുക്കുന്നു, അതെടുക്കുന്നു, 100 ഫോട്ടോ എടുക്കുന്നു. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, ആ പിഞ്ചു കുഞ്ഞ് ലേബർ റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ചെവിയിൽ പറയണം, യേശു ക്രിസ്തുവാണ് നിന്റെ കർത്താവ്, യേശു ക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ആദ്യമായിട്ട് ഈ കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു, യേശു ക്രിസ്തു എൻ്റെ ദൈവമാണ്. ഈ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ. എത്ര പേര് നിങ്ങളുടെ ദൈവദാസന്മാരെ, ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ദൈവദാസന്മാരെ, പാസ്റ്ററെ ഇന്ന് ഡെലിവറി നടക്കുന്ന ദിവസമോ ഒന്ന് വരാമോ? എന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. അൽദോസരി ഹോസ്പിറ്റലും അൽമന ഹോസ്പിറ്റലും എന്നെ വിളിച്ചിട്ടുണ്ട്. ലേബർ റൂമിൽ നിന്നും ആദ്യമായിട്ട് പുറത്തു വരുമ്പോൾ ദൈവദാസൻ കൈകൾ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. എ സൺ ഓഫ് മെനി ടീയേഴ്സ് വിൽ നെവർ ലോസ്റ്റ്. കണ്ണുനീരിൻ്റെ സന്തതി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. MBBS വരെ പഠിക്കുമ്പോൾ ഒരു 10 ടൺ പുസ്തകങ്ങൾ ഈ കുഞ്ഞ് പഠിച്ചിരിക്കണം. ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ബൈബിൾ അറ്റ്ലീസ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയതായിട്ട് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്നും. വിരലിൽ എണ്ണാകുന്ന 1-2 പിള്ളേർ മാത്രമാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. ഇച്ചിരിയേ ഉള്ളൂ. MBBS കഴിയുമ്പോൾ 10 ടൺ 2-3 ട്രക്ക് നിറച്ച് ലോഡ് ചെയ്യുവാനുള്ള പുസ്തകങ്ങളാണ് കാണാതെ പഠിക്കുന്നതും. എന്തിനു വേണ്ടി? നശിച്ചു പോകുന്ന ഈ അപ്പത്തിന് വേണ്ടി. എന്നാൽ നിലനിൽക്കുന്ന നിത്യജീവന്റെ ഈ വചനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ നോക്കണം. ഇതൊരു വലിയ ആത്മീയ പോരാട്ടമാണ്. കാർട്ടൂൺ കാണാൻ വേണ്ടി കൊടുത്താൽ, വീഡിയോ ഗെയിം കളിക്കാൻ വേണ്ടി കൊടുത്താൽ എത്ര ദിവസം വേണമെങ്കിലും ആഹാരം കഴിക്കാതെ ഈ പിള്ളേർ അതിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കും. പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം വായിക്കുവാൻ പറയുമ്പോൾ അവർക്ക് ഒട്ടും സാധിക്കത്തില്ല. കാരണം ഈ ലോകത്തിൻ്റെ ശക്തി, സാത്താന്യ ശക്തി. പക്ഷേ മാതാപിതാക്കൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ദൈവം തൻ്റെ വിത്ത് ഇട്ട് കൊടുത്താൽ, ആത്മാവിൻ്റെ ഒരു ചെറിയ സ്പാർക്കിംഗ് ഉണ്ടാക്കിയാൽ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരായി തീരുമെന്ന് നമുക്കാർക്കും ഒന്നും പറയുവാൻ വേണ്ടി കഴിയത്തില്ല. ഒരു മാങ്ങ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് എന്താ? നമ്മൾ കഴിക്കുന്ന അതിൻ്റെ മാങ്ങ പൂള്, അതിൻ്റെ മാംസമാണ് അതിൻ്റെ ഫ്രൂട്ട് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നമ്മളത് തിന്നും, നല്ല സ്വാദാണ്. പക്ഷെ അതിൻ്റെ സീഡ്, അതിൻ്റെ മാങ്ങാണ്ടി നമ്മൾ വലിച്ചെറിഞ്ഞ് കളയും. യഥാർത്ഥത്തിൽ ഈ മാങ്ങയുടെ ഫലമെന്ന് പറയുന്നത് ഈ മാങ്ങയുടെ സീഡാണ്. ഇതെവിടെങ്കിലും വന്ന് ചെന്ന് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ വീണ് ഇച്ചിരി മഴവെള്ളം അതിനകത്ത് കിട്ടിക്കഴിയുമ്പോൾ ഇതവിടെ കിടന്ന് കിളിർത്തും. ഇതൊരു മാവായി കഴിയുമ്പോൾ ആ ഒരു ഒറ്റ മാങ്ങാണ്ടിക്കകത്ത് ഒരു വിലയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ഈ മാങ്ങാണ്ടിക്കകത്ത് നിന്നും എത്ര ലക്ഷം മാങ്ങ ഉണ്ടാകുമെന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇവരാരായി തീരുമെന്നൊന്നും നമുക്കൊന്നും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ആഗ്രഹിക്കാം. ഇവർ ശമൂവേലായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ദാനിയേലായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ജോസഫായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ലൂക്കോസ് സുവിശേഷം 1:6 നമ്മൾ വായിക്കുന്നു, എലിസബത്തിനെ കുറിച്ചും സക്കറിയാവിനെ കുറിച്ച് 2 പേരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു, സാക്ഷ്യമുള്ളവരായിരുന്നു, ജീവിതമുള്ളവരായിരുന്നു, അനുഭവമുള്ളവരായിരുന്നു. നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഈ ലോകത്തിൽ എന്തെങ്കിലുമായി തീരുക എന്നുള്ളതാണോ നമ്മുടെ ലക്ഷ്യം? പ്രിയപ്പെട്ടവരെ, നമ്മളെടുക്കുന്ന ഈ പുസ്തകം നമ്മുടെ കുഞ്ഞുങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ, ഞാൻ ലോകത്തിൽ അനേകം രാജ്യങ്ങളിൽ സന്ദർശിക്കും. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയിൽ പേരൻസ് ഉണ്ട്,
കൂടുതലും സ്ത്രീകളാണ്, അമ്മമാരാണ്, കുഞ്ഞുങ്ങളില്ല സഭയിൽ. ഈ കുഞ്ഞുങ്ങൾ എവിടെ പോയി? കുഞ്ഞുങ്ങളില്ല, തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. മെയിൻ കാരണം ആരാ? ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ? ഈ ഹൊറർ മൂവി കാണുന്ന മകന് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടതും, അതോ ഈ അപ്പനും അമ്മയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടതും? കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ആർക്ക് വേണ്ടിയാ? പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കുടുംബത്തെ നശിപ്പിച്ചത് പിശാചാണ്. ഒന്നാമത്തെ കുടുംബത്തിൽ പിറന്ന ഒന്നാമത്തെ മകൻ, ആദ്യജാതൻ, അവൻ കൊലപാതകിയായി മാറി. The one who born in this world, the firstborn, became the first murderer in the history. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. എനിക്കിവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുവാനുള്ളതും, ഒരിക്കൽ ഒരു ചെറുക്കൻ വന്നിട്ട് 13 വയസ്സാണോ 14 വയസ്സാണോ എന്നോട് ചോദിച്ചു, അങ്കിൾ, why these sexual desires are coming? 13ാമത്തെ വയസ്സിൽ എന്തുകൊണ്ടാണ്, 14ാമത്തെ വയസ്സിൽ എന്തുകൊണ്ടാണ് ഈ സെക്സ്വൽ ഡിസയേഴ്സ് ഒക്കെ വരുന്നത്? Because nobody is going to get married at this time. They will be getting married at the age of 25, 30, 35 like that. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ സെക്സ്വൽ ഡിസയേഴ്സ് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നത്? ദൈവത്തിന് ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടായിരുന്നു. 10-25 വയസ്സാകുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത്രയും നാളെങ്കിലും പാപം കൂടാതെ ജീവിക്കത്തില്ലായിരുന്നുവോ? അതിന് കൊടുത്ത മറുപടി, ഈ 13ാമത്തെ വയസ്സ് മുതൽ നീ എന്ത് ചെയ്യണം? അതിനെതിരെ യുദ്ധം ചെയ്യണം, അതിനെതിരെ പോരാടണം. നീ ഹോളി മാട്രിമോണിയിൽ നിൽക്കുമ്പോൾ, അത് 25ാമത്തെ വയസ്സിലാണെങ്കിലും 30ാമത്തെ വയസ്സിലാണെങ്കിലും വിശുദ്ധ വിവാഹത്തിൽ നിൽക്കുമ്പോൾ ജയാളിയായിട്ടായിരിക്കണം നീ നിൽക്കേണ്ടുന്നത്. അതിനുവേണ്ടിയാണ് ഈ ചെറിയ പ്രായം മുതൽ തന്നെ എന്ത് ചെയ്യേണ്ടത്? ഈ ഡിസയേഴ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ഈവിൾ ഡിസയേഴ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, സെക്സ്വൽ ഡിസയേഴ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, അതിനെ എന്ത് ചെയ്യണം? ജയിച്ച് ഫൈറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളതും, കെമിസ്ട്രി നിങ്ങൾ മറന്നു പോകും, മാത്സ് നിങ്ങൾ മറന്നു പോകും, ഫിസിക്സ് നിങ്ങൾ മറന്നു പോകും, എത്ര പ്രാവശ്യം പഠിച്ചാലും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഈവിൾ പിക്ചർ, ഒരു സെക്സ്വൽ പിക്ചർ, ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് നിങ്ങളുടെ തലയ്ക്കകത്തുനിന്ന് പോകത്തില്ല. 15 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും അത് വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സ്മാർട്ട് ഫോൺ കയ്യിലിരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള മുഴുവൻ ഈവിൾ, മുഴുവൻ പാപങ്ങളും വൃത്തികേടുകളും മ്ലേച്ഛതകളും ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിക്കണം. ഈ നെറ്റിനകത്ത് ഈ അഡിക്ഷനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോരുത്. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, മാതാപിതാക്കൾക്ക് നല്ലൊരു ആഗ്രഹമുണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടണം, ആത്മീകമായി അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ഒന്നാം സ്ഥാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് നേടും? നമ്മൾ ആരായിത്തീരും? ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ FDR, നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ റെസിപ്റ്റ് ഒന്നും മേളോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു റബ്ബറിന്റെ ഷീറ്റ് പോലും ചുരുട്ടി കഷത്തി വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. കൊണ്ടുപോകാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ, ആത്മാക്കളെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒരു ക്രിസ്ത്യാനിയുടെ ഫലമെന്ന് പറയുന്നത് എന്താ? കൊടുക്കുന്ന ടൈത്തോ പണമോ മറ്റോ ഒന്നുമല്ല, മറിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ ഫലമെന്ന് പറയുന്നത് മറ്റൊരു ക്രിസ്ത്യാനിയായ ഫ്രൂട്ട് ഓഫ് എ ക്രിസ്ത്യൻ ഈസ് ആൻ അനദർ ക്രിസ്ത്യൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ കൊടുക്കുന്ന ടീച്ചിങ് എന്താണ്? എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്. എല്ലാവർക്കും ഒന്നും എൻ്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ പാരമ്പര്യ പെന്തക്കോസ്തുകാർക്ക് ഒരുപക്ഷെ സഭയിൽ വന്നു കഴിയുമ്പോൾ 1-2 പ്രാവശ്യം വരും, അത് കഴിഞ്ഞ് അവർ സ്ഥലം വിടും. കാരണം അവർക്ക് പറ്റത്തില്ല. അവരുടെ കുഴപ്പമല്ല, അവർ വളർന്നു വന്ന സാഹചര്യം അതായതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ലീവ് ഫോർ ക്രൈസ്റ്റ്, ഡൈ ഫോർ ക്രൈസ്റ്റ്. ഈ ലോകത്തോടുകൂടെ നശിച്ചു പോകരുത്. ഈ ലോകത്തോടുകൂടെ നിങ്ങൾ ഇല്ലാതെയായി പോകരുതും. ഏറ്റവും വലുത് നിങ്ങളുടെ ആത്മാവ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുതും. ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ പിടഞ്ഞ് മരിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുതും. ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനായി തീർന്നു, ഡിസ്ഫിഗേർഡായി തീർന്നു. ഒരു മനുഷ്യൻ വെളിയിൽ മരിച്ചു കിടന്നാൽ അതൊരു മനുഷ്യനാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഏതെങ്കിലും ഒരു മൃഗം ചത്ത് കിടന്നാൽ അത് ഏത് മൃഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനാണെന്ന് പറയത്തില്ല, ആളാണെന്ന് പറയത്തില്ല. അത്രയ്ക്ക് വിരൂപനായി തീർന്നു. ആകൃതി കണ്ടാൽ മനുഷ്യനാണെന്ന് പറയത്തില്ല. എന്തിനാ ഇതൊക്കെ? ഈ ഭൂമിയിൽ എന്തെങ്കിലും നക്കാപ്പിച്ച പൈസ തരാൻ വേണ്ടിയാണോ? നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്, ആത്മാവ് നരകത്തിൽ പോകരുതും, നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യം. ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരുന്നപ്പോൾ പന്ത് ഒരു
പൊന്തക്കാട്ടിൽ ചെന്ന് വീണു, കുറ്റിക്കാട്ടിൽ. ആ ചെറുക്കൻ ബോൾ എടുക്കാൻ വേണ്ടി ഓടിച്ചെന്നപ്പോൾ ആ കുറ്റിക്കാട്ടിനകത്ത് ഒരു തത്ത കാല് കുരുങ്ങി അതിനകത്ത് കിടക്കുന്നു, രക്ഷപ്പെടാൻ കഴിയാതെ. അവനെ പെട്ടെന്ന് ആ തത്തയെ രക്ഷപ്പെടുത്തി. വളരെ മനോഹരമായ ഒരു തത്തക്കുഞ്ഞ്. അവൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം, വലിയ സന്തോഷം. പല വീടുകളിലും അവൻ കണ്ടിട്ടുണ്ട് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുമ്പോൾ സംസാരിക്കുന്ന തത്തക്കുഞ്ഞുങ്ങൾ. തനിക്കും ഒരു തത്തയെ കിട്ടിയിരുന്നെങ്കിലും അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ്റെ കൈകളിൽ ആ തത്തക്കുഞ്ഞിനെ കിട്ടി. അവന് വലിയ സന്തോഷമായി. അവൻ ഓടുകയാണ് വീട്ടിലേക്ക്. തത്തക്കുഞ്ഞുമായിട്ട് ഇതിനെ വളർത്തണം, മനോഹരമായ ഒരു കൂടുണ്ടാക്കണം, അതിനകത്തിട്ട് പാലും പഴവും എല്ലാം കൊടുത്ത് ഇതിനെ പഠിപ്പിച്ച് പാട്ട് പാടിപ്പിക്കണം. അവൻ ചെന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കൊട്ടയുടെ കീഴിൽ, ഒരു ചാണകക്കൊട്ടയുടെ കീഴിൽ ഈ തത്തയെ ഇട്ടു. എന്നിട്ട് അവൻ ഓടുകയാണ്. എന്തിനു വേണ്ടിയാണ് ഓടുന്നതെന്നറിയാമോ? കൂടുണ്ടാക്കണം, മനോഹരമായ ഒരു കൂടുണ്ടാക്കണം. അവിടെയും ഇവിടെയും ഒക്കെ നടന്നും പലരെയും അവൻ കണ്ടു. പല കാർപ്പൻറ്റേഴ്സിന്, ആശാരിമാരെ അവൻ പോയി കണ്ടു. അവൻ അവസാനമായി മനോഹരമായ ഒരു കൂടുണ്ടാക്കി. ഇനി ഈ കൂട്ടിനകത്ത് ഇതിനെ ഇട്ട് വളർത്തണം. അവൻ കൂടുമായിട്ട് വീട്ടിലേക്ക് പാഞ്ഞു വരികയാണ്. വീട് കൊണ്ടുപോയി വരാന്തയിൽ, കൂട് കൊണ്ടുപോയി വരാന്തയിൽ വെച്ചിട്ട് അവൻ തത്തയെടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ അവൻ ദൂരമേ നിന്ന് കണ്ടു, നിരനിരയായിട്ട് ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്നു. അവനൊന്നും മനസ്സിലായില്ല. നോക്കിയപ്പോൾ ഈ ഉറുമ്പുകളെല്ലാം പോകുന്നത് തത്തയെ അടച്ചിട്ടിരിക്കുന്ന കൊട്ടയുടെ കീഴിലേക്കാണ്. അവൻ ഓടിച്ചെന്ന കൊട്ട തുറന്ന് നോക്കുമ്പോൾ തത്ത ചത്തു കിടക്കുന്നു. ഉറുമ്പരിക്കുവാൻ വേണ്ടി തുടങ്ങി. അവൻ വാവിട്ട് കരഞ്ഞു. പ്രിയപ്പെട്ടവരും, അവൻ അറിഞ്ഞില്ല, അവൻ ഈ കൂടുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഈ കൂടുണ്ടാക്കുന്ന തിരക്കിൽ അവൻ മറന്നുപോയി. തത്തയ്ക്ക് ശ്വാസം കിട്ടുന്നില്ല, തത്തയ്ക്ക് ദാഹിക്കുന്നുണ്ട്, തത്തയ്ക്ക് വിശക്കുന്നുണ്ട്. അതിന് വിശപ്പിന് വേണ്ടുന്നത് എന്തെങ്കിലും കൊടുക്കണം, വെള്ളം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ മറന്നുപോയി. ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? നമ്മൾ ഈ കൂടുണ്ടാക്കുവാൻ വേണ്ടി, കൂട് മനോഹരമാക്കുവാൻ വേണ്ടി നമ്മൾ ഓടുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നു. ഒരു ദിവസം ഈ കൂട് തകരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ ആരൊക്കെ വരത്തില്ല എന്ന് പറഞ്ഞാലും കർത്താവായ യേശു ക്രിസ്തു വരും. അതുകൊണ്ടാണ് ഹൈന്ദവനായി ജനിച്ച എനിക്കും യേശു ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത എനിക്ക്, ഒരൊറ്റ ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്ത പഞ്ചായത്തിൽ നിന്നും ഈ ദൈവം യേശു ക്രിസ്തു ആരാണെന്ന് അറിയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. സ്കൂളിൽ നിന്ന് ബൈബിൾ ലഭിക്കുമ്പോൾ ഞാനത് വലിച്ചു കീറി കളഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് പണം വരുത്തി ഹിന്ദുക്കളെ മതം മാറ്റുവാൻ നടത്തുന്ന മനുഷ്യർ, അതിവിടെ അനുവദിക്കത്തില്ല. ഇന്ത്യ എന്ന് പറയുന്നത്, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ രാജ്യമാണ്. ഇവിടെ വേറെ ആരും വേണ്ട. അങ്ങനെ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ യോഗ്യതയില്ലാതിരുന്ന റൈറ്റഡ് സിന്നർ, അൺവർതി സർവൻ, ഒരിക്കലും യേശു എന്ന നാമം എൻ്റെ നാവിലെടുക്കുവാൻ വേണ്ടി യാതൊരു യോഗ്യതയുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും നല്ലവരായിട്ടുണ്ടായത് കൊണ്ടല്ല, എന്തെങ്കിലും നന്മ ചെയ്യുന്നവരുണ്ടായിട്ടുള്ള, എന്തെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരായിട്ട് ആരെങ്കിലും എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടല്ല. എനിക്കറിയത്തില്ല എങ്ങനെ ഈ കൃപ എനിക്ക് ലഭിച്ചു, എങ്ങനെ ഈ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവർ എന്നെ കണ്ടിട്ട് പ്രാർത്ഥിച്ച് കാണും, കർത്താവേ ഇവൻ്റെ ആത്മാവിന് രക്ഷ കൊടുക്കണമേ, ഇവനെ നിത്യാഗ്നിയിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കണമെന്ന് ആരെങ്കിലും ഒരാൾ ഒരു പക്ഷേ പ്രാർത്ഥിച്ച് കാണും. ആ പ്രാർത്ഥനയുടെ ഫലം എനിക്ക് ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ, ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ നിമിഷം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അല്ലാതെ അമേരിക്കയിൽ പോകണമെന്നുള്ള ആഗ്രഹമല്ല, ലണ്ടനിൽ പോകണമെന്നുള്ള ആഗ്രഹമല്ല. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കണം. നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ട നിമിഷം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് പാകിസ്ഥാനിൽ എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാകണമെന്നാണ്. ഒരുപക്ഷെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അന്നേ ഞാൻ കേട്ടിട്ടുണ്ട് പാകിസ്ഥാൻ വൺ ഓഫ് ദി മോസ്റ്റ് ഈവിൾ നേഷൻ ഇൻ ദ വേൾഡ്. പ്രിയപ്പെട്ടവർ, ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് വേഗത്തിൽ തീരും. ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. എനിക്ക് വളരെ ചെറിയ സമയം മാത്രമാണ് തന്നിരിക്കുക. എൻ്റെ വാക്കുകളിലൂടെ നിർത്തുക. സമയം തീരുമ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ. സമയം തീരുമ്പോൾ ഇങ്ങനെ ഒന്ന് കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ വയറ്റത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട്. കർത്താവ് ഈ കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി, ഹന്ന പറഞ്ഞത് തന്നേക്കാമെന്നല്ല, ജീവപര്യന്തം ഇവൻ യഹോവയ്ക്ക് എന്തായിരിക്കും? ഇവൻ യഹോവയ്ക്ക് വേണ്ടി ഞാൻ നിവേദിച്ചിരിക്കുകയാണ്, അർപ്പിച്ചിരിക്കുകയാണ്, സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നെ എൻ്റേതായി തീരുകയില്ല. അടുത്ത സമയത്ത് ഞാനൊരു ഒരു പോസ്റ്റർ ഇങ്ങനെ കണ്ടു. യു മേ ബി എ സോളമൻ ഇൻ വിസ്ഡം,
You may be a worship, you may be a David in worship. You may be a warrior, you may be a Joshua like a warrior. But if you have a discipline like Joseph, you will be end with Samson. സാംസനെ പോലെ നശിച്ചു പോകുവാനിടയായിത്തീരും. എല്ലാം ജോസഫിനെ പോലെ ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാൻ വേണ്ടിയുള്ളതും, നിങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള സമയം നിങ്ങൾ കണ്ട് നോക്കണം. ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം നൈമിഷികമാണ്. ഡ്രഗ് കഴിക്കുമ്പോഴും എന്തുണ്ടാകും? ഒരു തലയെല്ലാം കറങ്ങി നമ്മുടെ സുബോധം നഷ്ടപ്പെട്ടൊരു പ്രത്യേക ലോകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എന്നൊക്കെയാണ് പറയുന്നതും. പക്ഷെ സ്വർഗത്തിലേക്കൊന്ന് അല്ല പോകുന്നത്. നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെടുന്ന കുറച്ച് മണിക്കൂറത്തേക്കും, ഡ്രഗ്സ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് മണിക്കൂറത്തേക്കും, കള്ള് കുടിച്ചു കഴിയുമ്പോൾ 4, 5, 6, 10 മണിക്കൂറത്തേക്കും ലോകം വല്ലാതെ മാറിയെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മലേഷ്യയിലായിരുന്നു. നോക്കണം, പാസ്റ്റേഴ്സ് എല്ലാം കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? പാർട്ടി നടത്തുകയാണ്. അപ്പം പാർട്ടി നടക്കുമ്പോൾ അവര് മദ്യം കഴിക്കുകയാണ്. ഞാൻ അതിനകത്തുണ്ട്. 10-16 പാസ്റ്റർമാരാണ്. അപ്പം അവരെന്നോട് പറഞ്ഞു, എനിക്ക് തന്നു. ഞാൻ ചോദിച്ചു, ഈസ് ദിസ് ആൽക്കഹോളിക്? ഇത് ആൽക്കഹോളിക് ആണോ എന്ന് ചോദിച്ചു. അപ്പം അവർ ഒട്ടും കൂസാന്ത് പറഞ്ഞു, യെസ് ആൽക്കഹോളിക് ആണെന്ന് പറഞ്ഞു. ഇത് ആൽക്കഹോളിക് ആണെങ്കിൽ ഐ കനോട്ട് ടേക്ക് ഇറ്റ്. ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് അവരുടെ മുഖത്തെല്ലാം ഒരു സന്തോഷത്തിന് പകരമായിട്ട് ഒരു ദുഃഖം കടന്നു വരുവാൻ. എന്ന് പറഞ്ഞാൽ മദ്യം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു തെറ്റല്ല എന്നാണ് ലോകത്തിലേക്ക് വരുന്നത്. അര പെഗ് കുടിച്ചാലും 1 പെഗ് കുടിച്ചാലും 1 പെഗ് കുടിച്ചാലും മദ്യമാണ്. 1 രൂപ കട്ടാലും 1 ലക്ഷം കട്ടാലും അത് കള്ളമാണ്. ലോകം എങ്ങോട്ടാ പോകുന്നേ? ദൈവദാസന്മാർ ദൈവസഭയ്ക്ക് മാതൃകയാകുവാൻ കഴിയുന്നില്ല. വല്ലാത്ത ഒരു കാലഘട്ടം, പെർവേർട്ടർ ജനറേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. LGBTQI സഭകളെ പിടിമുറുക്കിയിരിക്കുകയാണ്. പ്രസന്റേഷൻ കാണിക്കുമ്പോൾ അമേരിക്കയിലും സൗത്ത് ആഫ്രിക്കയിലും യൂറോപ്പിലുള്ള മിക്കവാറും സഭയ്ക്കകത്ത് LGBTQIയുടെ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ബാനറുകൾ കെട്ടിയിരിക്കുകയാണ്. ദൈവദാസന്മാർ അവരുടെ തോളിലൂടെ ഈ ഷോൾ ഇട്ടിരിക്കുകയാണ് LGBTQI വെൽക്കം ചെയ്യുവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ പാപം സഭകളിൽ വാഴുകയാണ്. സാത്താനാണ് സഭകളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവല്ല. വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നതും. യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവിന്റെ വരവിങ്കൽ തള്ളപ്പെട്ട് കഴിഞ്ഞാൽ ഒരാത്മാവിന്റെ വിലയെന്ന് പറയുന്നത് സകല ലോകത്തെക്കാളും മുഴു ലോകത്തെക്കാളും വിലയേറിയതാണ്. നമ്മുടെ ആത്മാവിന്റെ വിലയെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുതും. കുഞ്ഞുങ്ങളെ, എനിക്ക് പറയുവാൻ വേണ്ടിയുള്ളത്, ഈ ലോകത്തിലെ ഈ പിയർ പ്രഷേഴ്സ്, ഈ ലോകത്തിലെ സുഖങ്ങൾ, ഈ ഇന്റർനെറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സുഖങ്ങൾ നൈമിഷികമാണ്, താൽക്കാലികമാണ്. ഈ താൽക്കാലിക സുഖങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അടിമപ്പെട്ടു പോകരുത്. പല സ്ഥലങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കുവാൻ വേണ്ടി വിടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയ ഒരു ന്യൂസ് എന്ന് പറയുന്നത് പെമ്പിള്ളാര് കുടിച്ചിട്ട് കയറി വന്നെന്ന്. മിഡിൽ ഈസ്റ്റിൽ നിന്നും MBBS പഠിക്കുവാൻ വേണ്ടി ജോർജിയയ്ക്ക് പോയ പെമ്പിള്ളാരും, ഇവിടെ ഭയങ്കര വിശുദ്ധിയോടുകൂടെ ജീവിച്ച പെമ്പിള്ളാരും. ആമ്പിള്ളാരുടെ കാര്യം പോട്ടെ. വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. നമ്മളെക്കാൾ എത്രയോ 10 മടങ്ങ് ബുദ്ധിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതെന്നറിയാമോ? മാതാപിതാക്കൾക്കും തുല്യ സ്ഥാനമുണ്ട്, കുഞ്ഞുങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ലോകത്തോടുകൂടെ നമ്മൾ നശിച്ചു പോകരുതും. ജോസഫ് പറയുകയാണ്, നിന്നോട് ഈ തിന്മ ചെയ്തിട്ട്, നിന്നോട് ഈ മഹാപാപം ചെയ്തിട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ മഹാപാപം ചെയ്യുന്നത് എങ്ങനെയും? ഞാൻ നിന്നോടല്ല പാപം ചെയ്യുന്നത്. ഞാൻ ഈ പാപം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല. പക്ഷേ ഞാൻ ഈ പാപം ചെയ്യുന്നത് ദൈവത്തോടാണ് മഹാപാപം ചെയ്യുന്നത്. അങ്ങനെ ഒരു ചിന്ത ജോസഫിന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ആ സ്ഥാനം. ദാനിയേൽ കൊട്ടാരത്തിനകത്താണ്. അവിടെ നൃത്തമുണ്ട്, അവിടെ എല്ലാവിധമായ സുഖ സൗകര്യങ്ങളുമുണ്ട്, കൊട്ടാരത്തിനകത്തുള്ള എല്ലാ സുഖഭോഗങ്ങളുമുണ്ട്. പക്ഷേ they took a determination, strong desire. We will not be defiled. ഇത് ഞങ്ങൾ കുടിച്ച് കഴിച്ച്, ആരുമില്ല അവിടെ. അവന്റെ പാസ്റ്റർ അവിടെ ഇല്ല, മാതാപിതാക്കൾ അവിടെ ഇല്ല. They are in a foreign land. Nobody is there to take care. സഭയിലുള്ള കാണുന്നവരാരും അവിടെ ഇല്ല. ഇവിടെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊരു പേടിയുണ്ട്, സഭയിലുള്ള ആരെങ്കിലും കാണുമോ?
അവിടെ അങ്ങനെ ഒന്നുമില്ല, അവിടെ ആരുമില്ല. ദേ ആർ ഇൻ എ ഫോറിൻ ലാൻഡ്, നോബഡി ഈസ് ടേക്ക് കെയർ ഓഫ് ദം, നോബഡി ഈസ് ദേർ. ദേ കുഡ് ഡു, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് ആ 4 ബാലന്മാർ ഒരു തീരുമാനമെടുത്തു. കാരണം ദൈവത്തിന്റെ ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അവരുടെ മാതാപിതാക്കൾ ഇട്ടുകൊടുത്ത ദൈവഭയമായിരിക്കാം. അവർ പറഞ്ഞു, വേണ്ടാം, ഞങ്ങൾ ഇത് കുടിക്കത്തില്ല, ഞങ്ങളിത് ഈ നൃത്തത്തിൽ ഞങ്ങൾ പങ്കാളികളാകത്തില്ല, ഇവിടുത്തെ മ്ലേച്ഛതകൾക്കൊന്നും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. ദൈവനാമം അവരിലൂടെ മഹത്വപ്പെടുവാനിടയായി തീർന്നു. കുഞ്ഞായിരിക്കുമ്പോൾ, ഈ വൃക്ഷം കുഞ്ഞായിരിക്കുമ്പോൾ, തൈയായിരിക്കുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് വളയ്ക്കുവാൻ വേണ്ടി കഴിയും. ഈ തൈ വളർന്നിട്ട് മരമായി കഴിയുമ്പോൾ വളയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ വളയ്ക്കുന്നവൻ വളയുന്നതല്ലാതെ മരം വളയ്ക്കത്തില്ല. പടവളങ്ങ അമ്മച്ചിമാർ പറഞ്ഞിട്ടില്ലേ, മോനെ പടവളങ്ങയ്ക്ക്, മോളെ ആ പടവളങ്ങയുടെ താഴെ ഒരു ചെറിയ കല്ലങ്ങോട്ട്, ഒരു ചെറിയ ചരടിനകത്ത് ഇച്ചിരി നൂലങ്ങോട്ട് കെട്ടിയിട്ടേക്കാൻ പറയും. വല്ല നഷ്ടമുണ്ടോ? പക്ഷെ അങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നേരെ വളരും. എന്നാൽ കെട്ടിയിടുവാൻ സമയമില്ല. ഒന്ന് കുനിഞ്ഞൊരു കല്ലെടുത്ത്, ഒരു ചരടെടുത്ത് അത് കെട്ടിയിടുവാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അത് വളരും, വളരും. വളഞ്ഞതിന് ശേഷം അതിനെ നിവർത്തുവാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുകയുള്ളൂ. എല്ലാ ആഴ്ചയിലും സൺഡേ സ്കൂളിലും ആരാധനയ്ക്കും വന്നുകൊണ്ടിരുന്നൊരു കുടുംബം അന്ന് വന്നില്ല. ദൈവദാസന് ഭയങ്കര വിഷമമായി, വേവലാതിയായി. ഭാര്യ കഞ്ഞിയുണ്ടാക്കി വെച്ച് കുടിക്കാതെ അദ്ദേഹം ഓടുകയാണ്, വരമ്പത്തോടെ ഓടുകയാണ്, വെയിലത്തൂടെ പോവുകയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നോക്കിയപ്പോൾ അങ്ങ് ദൂരത്ത് ചെന്നപ്പോൾ കലങ്കിന്റെ മുകളിൽ ഇരുന്ന്, തോടിന്റെ മുകളിൽ കലങ്കിന്റെ മുകളിൽ ഇരുന്ന് ചെറുക്കൻ ചൂണ്ടയിടുന്നു. ഈ ദൈവദാസന് ഭയങ്കരമായ വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് അവൻ്റെ ചെവിക്ക് പിടിച്ചൊരൊറ്റ കറക്കിയിട്ട് പറഞ്ഞു, നിന്റെ അപ്പനെ കണ്ട് 4 വാക്ക് പറഞ്ഞിട്ടേ ഉള്ളെന്ന്. ഈ ചെറുക്കൻ ചെവിക്ക് ഇത്രയും വേദന വന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല? അവൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഉപദേശിച്ച് അങ്ങോട്ട് ചെല്ലാം, അപ്പൻ അടുത്ത വളവിനിരുന്നിട്ട് വല വീശുന്നു. എങ്ങനുണ്ട്? മകൻ ചൂണ്ടയിടുന്നു, അപ്പൻ വല വീശുന്നു, അല്ലെങ്കിൽ വല വീശുന്ന അപ്പൻ്റെ ചൂണ്ടയിടുന്ന മകൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണും എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ വിളക്ക് കത്തണം. മാതാപിതാക്കൾ കുടുംബത്ത് മാതൃകയായിരിക്കണം. വീട്ടിലെ കള്ളത്തരങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കും. അപ്പൻ പറയുന്ന കള്ളത്തരങ്ങൾ, അമ്മ പറയുന്ന കള്ളത്തരങ്ങൾ, ഭാര്യയുടെ കള്ളത്തരങ്ങൾക്ക് ഭർത്താവ് കൂട്ടു നിൽക്കരുത്, ഭർത്താവിന്റെ കള്ളത്തരങ്ങൾക്ക് ഭാര്യ കൂട്ടു നിൽക്കരുതും. ഈ വീട്ടിൽ ഈ കുഞ്ഞുങ്ങൾ ചെവി കേൾക്കാൻ മേലാത്തവരല്ല, ഇവർ നിങ്ങളെ കണ്ടാണ് വളരുന്നത്. വീട്ടിലെ ഈ കള്ളത്തരങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ കാണുകയാണ്. ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനോട് ചോദിച്ചു, ഹൂ ഈസ് യുവർ റോൾ മോഡൽ എന്ന് ചോദിച്ചപ്പോൾ 36 കുഞ്ഞുങ്ങളുള്ളപ്പോൾ ഓരോരുത്തരും പറഞ്ഞു, ഞങ്ങൾക്ക് അവരാണ് ഇവരാണൊക്കെ റോൾ മോഡൽ. പലരാണ് സെലിബ്രിറ്റിയുടെ, ഫിലിം സ്റ്റാറിൻ്റെയും ആക്ട്രസിൻ്റെയും ആക്ടറിൻ്റെയും ഒക്കെ പേര് പറഞ്ഞു. ഒരു കുഞ്ഞ് മാത്രം ഒരു മൂലയ്ക്കിരിക്കുന്നു. ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾ ചോദിച്ചു, യു ഡോണ്ട് ഹാവ് എനി റോൾ മോഡൽ, ഹൂ ഈസ് യുവർ റോൾ മോഡൽ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, മൈ പേരൻസ്, മൈ ഫാദർ ആൻഡ് മൈ മദർ, ദേ ആർ മൈ റോൾ മോഡൽ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയായിരിക്കണം. മാതാപിതാക്കൾ നന്നാകാതെ, ഒരു ചെറുക്കൻ പറഞ്ഞതുപോലെ, അപ്പൻ സഭയിൽ വന്നാൽ ദൂതനാണ്, ദൈവദൂതനാണ്, അന്യഭാഷയാണ്, ആരാധനയാണ്. വീട്ടിൽ വന്നാൽ അപ്പൻ ഭൂതമാണെന്ന്. വീട്ടിൽ ഭൂതവും സഭയിൽ ദൂതനും. ഈ പരിപാടി നടക്കത്തില്ല. ഞാൻ കൂടുതൽ കയറിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ഷമിക്കുക. ഞാൻ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പറയുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പറയുക. പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് വേഗത്തിൽ തീരും. ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. ഈ ഭൂമിയിൽ കുടുംബമായി ജീവിക്കുവാൻ 2 അവസരങ്ങളില്ല, ഒരേ ഒരു അവസരമേ ഉള്ളൂ. സ്വർഗത്തിൽ കല്യാണവും ഇല്ല, കുടുംബവും ഇല്ല. അത് നമുക്ക് വേണമെങ്കിൽ സ്വർഗമാക്കാം, അത് നമുക്ക് വേണമെങ്കിൽ നരകമാക്കാം. എത്ര പേര് ആഗ്രഹിക്കുന്നു, എൻ്റെ കുഞ്ഞ് യേശുവിൻ്റെ അമ്മയായ മറിയെപ്പോലെ ആയിത്തീരണം, റൂത്തിനെ പോലെ ആയിത്തീരണം, എസ്തറിനെ പോലെ ആയിത്തീരണം. എൻ്റെ കുഞ്ഞിലൂടെ ദൈവനാമം മഹത്വപ്പെടണം, എൻ്റെ കുഞ്ഞ് കർത്താവിൻ്റെ ഒരു സാക്ഷിയാകണമെന്ന് എത്ര അമ്മമാർ ആഗ്രഹിക്കുന്നു, എത്ര മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. എൻ്റെ മകൻ ഒരു ജോസഫായി തീരണം, ഒരു ദാനിയേലായി തീരണം. എൻ്റെ മകൻ യേശു വളർന്നതുപോലെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളരണം. എൻ്റെ കുഞ്ഞിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം, ആത്മീകമായി അവൻ അനുഗ്രഹിക്കപ്പെടണം. എത്ര പേർ ആഗ്രഹിക്കുന്നു, എൻ്റെ മകൻ ഒരു പ്രവാചകനായി തീരണം, എൻ്റെ മകൻ ഒരു അപ്പോസ്തലനായി തീരണം, ഒരു സുവിശേഷകനായി തീരണം, ഒരു മിഷനറി ആയി തീരണം. എൻ്റെ മകൻ സുവിശേഷം അറിയത്തില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുന്നവനായി തീരണം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വീട്ടിൽ നിൽക്കുമ്പോൾ 9 വയസ്സുള്ളൊരു കുഞ്ഞ് നിലത്ത്, ഫ്ലോറിനകത്ത് മുഴങ്കാലിലിട്ട് നിലത്ത് അവൻ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിക്കുന്നത്. ലോൺ ഐ സബ്മിറ്റ് മൈസെൽഫ്, ഐ സറണ്ടർ മൈസെൽഫ്, ഐ ഗീവ് മൈസെൽഫ് ഇൻ യുവർ മൈറ്റി ഹാൻഡ്. ലോൺ
use me for your kingdom. Lord, I like to go. I would like to go to Andaman Nicobar. ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. എന്നിട്ട് അവൻ അടുത്തത് പറയാണ്, പ്ലീസ് സെൻഡ് മീ ടു സെന്റിനൽ ഐലൻഡ്. എന്നിട്ട് അവൻ പറയാം, വേർ അലൻ ജോൺ ചൗ മാർട്ടിയർഡ് ഫോർ യു. ലോർഡ് സെൻഡ് മീ ടു ആൻഡമാൻ നിക്കോബാർ, സെൻഡ് മീ ടു സെന്റിനൽ ഐലൻഡ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങോട്ട് വ്യാപരിച്ചു. ഞാൻ ഓടിച്ചെന്ന് അവൻ്റെ തലയിൽ കൈവച്ചിട്ട് അവനെ സീൽ ചെയ്തു. ഞാൻ അവനെ അനുഗ്രഹിച്ചു. യെസ്, ഗോഡ് വിൽ സെൻഡ് യു. കീപ് ഓൺ ഗ്രോയിങ് വിത്ത് ദിസ് വിഷൻ. ഈ വിഷനോടുകൂടെ നീ വളരുക. ഒരാൾ അവിടെ രക്തം ചീന്തിക്കഴിഞ്ഞ് അവൻ്റെ രക്തം അവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക. നീ അവിടെ രക്തം ചൊരിയേണ്ടി വരത്തില്ല, നീ അവിടെ മരിച്ചു വീഴത്തില്ല. ഒരുപക്ഷെ അവിടെ കൊടുങ്കാറ്റായി ഉണർവായി തീരുവാനിടയായി തീരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് വേഗത്തിൽ തീരും. ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിർത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.